ലഹരി വിരുദ്ധ ദിനപരിപാടിക്ക് മുഖ്യമന്ത്രി എത്താൻ വൈകുകയാണ്. ഇങ്ങനെ വൈകിയതോടുകൂടി സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായത്. പ്രത്യേകിച്ച് അവിടെ നല്ല മഴയുമാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കവടിയാർ പാർക്കിലായിരുന്നു ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 10:30-ക്കാണ് ഈ പരിപാടി തുടങ്ങേണ്ടിയിരുന്നത്. ഇതുവരെയും ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുമില്ല. അരുൺ, കുട്ടികൾ പെട്ടുപോയോ? അഭിലാഷ്, ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. അതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ കവടിയാർ പാർക്കിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം അതിന്റെ റാലിയാണ്, ആന്റി ഡ്രഗ് റാലിയാണ് നടക്കേണ്ടത്. ഇവിടെ മുതൽ കനകക്കുന്ന് വരെയുള്ള റാലിയാണ്. അതിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം 10:30 എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ മഴ നനഞ്ഞും കുട പിടിച്ചുമൊക്കെ നിൽപ്പുണ്ട്. നിരവധി പേർ മഴ നനഞ്ഞ് പലയിടങ്ങളിലും വിവേകാനന്ദ പാർക്കിലൊക്കെയാണ് പലരും അഭയം തേടിയിട്ടുള്ളത്. NCC കുട്ടികളടക്കമുണ്ട്, കരാട്ടെ അടക്കമുള്ള മറ്റ് കായിക ഇനങ്ങൾ, മാർഷൽ ആർട്സ് ഒക്കെ പ്രകടനം നടത്തേണ്ട കുട്ടികളുണ്ട്. സ്കേറ്റിംഗ് കുട്ടികൾ, കുഞ്ഞു കുട്ടികളുണ്ട്, പുറത്തു നിൽക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ഇവിടെ കയറി നിൽക്കാൻ മഴയായാലും വെയിലായാലും ഒരു സംവിധാനവും ഒന്നും ഇവിടെ സംഘാടകർ, മുഖ്യമന്ത്രിയുടെ ഒരു വൈകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ സംഘാടകർ അത്തരത്തിൽ ഒരു മുൻകരുതൽ സ്വീകരിച്ചില്ല. VVIPകൾക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിൽക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു പന്തൽ പോലുള്ള സംവിധാനം ഒരുക്കി. ബാക്കി മറ്റു സംവിധാനങ്ങളും ഒരുക്കിയില്ല. വെയിലാണെങ്കിലും മഴയാണെങ്കിലും വിദ്യാർത്ഥികൾ ഇങ്ങനെ നിൽക്കണം, ഈ കുട്ടികളിങ്ങനെ നിൽക്കണം. മഴ നനഞ്ഞു തന്നെ പലരും നിൽക്കുകയാണ്. എത്ര മണിക്കാണ് പരിപാടി പറഞ്ഞത്? 10:30-ക്കാണ് പറഞ്ഞിരുന്നത്. എവിടുന്ന് വരുന്നേ? നമ്മള് പുളിയറക്കോണം കരാട്ടെ ക്ലാസ് വന്നതാണ്. മുഖ്യമന്ത്രി വരാൻ ലേറ്റ് ആവുന്നു. മഴ നനഞ്ഞിരിക്കുകയാണല്ലോ. നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞോ? നിങ്ങളുടെ ഈ കരാട്ടെ പ്രകടനം കഴിഞ്ഞു? വന്നപ്പോ നമ്മള് കുറച്ച് പെർഫോം ചെയ്തു. നമ്മളും കളരിക്കാരും പെർഫോം ചെയ്തു. ഇനി കനകക്കുന്ന് പോണ്ടേ? അങ്ങനെയാണോ പ്ലാൻ ചെയ്തേക്കുന്നത്? കനകക്കുന്നിലൂടെ പോകും. നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്ന പരിപാടി? ഇനി റാലി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണെന്ന് അറിയില്ല. 10:30-ക്കാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. CM ലേറ്റ് ആവുന്നുണ്ടായിരിക്കും. ഏത് സ്കൂളാണ് നിങ്ങൾ? ഞാൻ കാർമലിൽ പഠിക്കുകയാണ്. എന്ത് പ്രകടനം നടത്താൻ വന്നതാണ്? അറിയില്ല. പ്രകടനം നടത്തിയാ? ഇനിയുണ്ടോ? ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. പുറത്തൊക്കെ ആളുകൾ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. കുട്ടികളടക്കം മഴയിൽ നനഞ്ഞു നിൽക്കേണ്ട അവസ്ഥയുമുണ്ട്. നമുക്കറിയാം, നേരത്തെയൊക്കെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയൊക്കെ പരിപാടി സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അത് അവരുടെ സമയം നോക്കി, അല്ലെങ്കിൽ അവരുടെ ഇന്ന് അവധി ദിവസമാണ്, അവധി ദിവസമായിട്ട് പോലും ഇത്തരം കുട്ടികളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കയറി നിൽക്കാൻ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അല്ലെങ്കിൽ കൃത്യസമയത്ത് നേതാക്കൾ പരിപാടികൾക്ക് എത്തണം. അതും ഉണ്ടാകുന്നില്ല. കുട്ടികളും അവരെ കൊണ്ട് രക്ഷകർത്താക്കളും ഒക്കെ ഇപ്പോൾ മഴയിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. പരിശീലകരുമൊക്കെ ഉണ്ട്. മഴ ഇതിന് തടസ്സമാകുമോ എന്ന ചോദ്യമൊക്കെ ഇതിനകം തന്നെ ചില അഭ്യാസങ്ങൾ അവർ കാണിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി ഉണ്ട്. ഈ മഴ തടസ്സമാകുമോ ഇതിനൊക്കെ? ഒരു തടസ്സമില്ല. നനഞ്ഞ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാര്യം മദ്യത്തിനെതിരെ കരാട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ലഹരിയാണ്. മഴ ഒരു ലഹരിയാണ്. കാര്യം നമ്മുടെ ആരോഗ്യം മഴ പ്രശ്നമല്ല. മുഖ്യമന്ത്രി സമയത്ത് എത്താത്തതോ? ചിലപ്പോ വരും. നേരത്തെ വരുമോ? 10:30 വരേണ്ടല്ലേ? 10:30 വരേണ്ടല്ലേ? ലേറ്റ് ആവും. ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ന്യായം പറയുന്ന ആളല്ലേ. കുട്ടികൾക്കൊക്കെ അവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് തിരക്കുള്ളതാണ്. ഏതായാലും തിരക്കുള്ള മുഖ്യമന്ത്രിയാണ്, നേതാക്കളൊക്കെ തിരക്കുള്ള. പക്ഷേ ഇത്തരം പരിപാടികൾക്കൊക്കെ ഒന്നുകിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്ന കാര്യം നമുക്ക് വ്യക്തതയില്ല. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇതിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിന് വ്യക്തതയില്ല. ഏതായാലും പരിപാടി തുടങ്ങാൻ വൈകുന്നു. മഴയുണ്ട്, മഴ നനഞ്ഞ കുട്ടികളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, അധ്യാപകരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അഭിലാഷം. യെസ്, ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതിയാണ്. 10:30-ക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കേണ്ടിയിരുന്നത്. ഇപ്പോഴിതാ ശക്തമായ മഴയാണ്. പക്ഷേ കുട്ടികൾ, അവർക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അവർ തന്നെയാണ് പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെയാണ് സതീശനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്പം കാത്തിരിക്കാം എന്നാണ് അവർ പറയുന്നത്.